നമസ്കാരം. എൻസൈക്ലോവിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർണ്ണ വിപണിയിൽ വൻ ഇടിവ്. വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമോ അതോ കൂടുതൽ വലിയ മാറ്റങ്ങളുടെ തുടക്കമോ? രാജ്യത്തിനു വേണ്ടി സ്വർണം വാങ്ങാതിരിക്കാം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഇത് കേവലം വികാരപരമായ അഭ്യർത്ഥനയാണോ അതോ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കായുള്ള തന്ത്രപരമായ നീക്കമോ? വിദേശ നാണയ ശേഖരം, ഭക്ഷ്യ എണ്ണ ഇറക്കുമതി, വിദേശ യാത്രാ ചിലവുകൾ, ഇങ്ങനെ എല്ലാം നിയന്ത്രണങ്ങളുടെ വലയത്തിൽ. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ എങ്ങനെ ബാധിക്കും? സ്വർണ്ണവില ഇനിയും താഴുമോ? സാധാരണ ജനങ്ങൾ ഇപ്പോൾ എന്തു ചെയ്യണം? ഈ എല്ലാ കാര്യങ്ങളും വിശദമായി അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പശ്ചിമേഷ്യയിൽ US-ഇറാൻ യുദ്ധം ആഗോള സാമ്പത്തിക ക്രമത്തെ തകിടം മറിക്കുമ്പോൾ ഇന്ത്യയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായ വൻ ഇടിവ് കേവലം വിപണിയിലെ ചലനമല്ല, മറിച്ച് കൃത്യമായ ഒരു സാമ്പത്തിക തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസാധാരണമായ ആഹ്വാനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വിപണിയിൽ സ്വർണ്ണവിലയിൽ ഗണ്യമായ കുറവുണ്ടായി. ഡൽഹി വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് 1,51,920 രൂപയായി കുറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സ്വർണ്ണ വിപണിയിൽ സൃഷ്ടിച്ച ആഘാതം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. പ്രധാനമന്ത്രിയുടെ പ്രസംഗം വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സംരക്ഷിക്കുക എന്ന അതീവ ഗുരുതരമായ ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. US-ഇറാൻ സംഘർഷം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണത്തെ ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് ഇന്ത്യ കൂടുതൽ ഡോളർ ചിലവാക്കേണ്ടി വരും. ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിൽ 2ാം സ്ഥാനത്തുള്ള സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ ഡോളറിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് തടയാമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. വിദേശ നാണയ ശേഖരം സുരക്ഷിതമാക്കുന്നത് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള മുൻകരുതലാണ്. സ്വർണ്ണ വിലയിൽ ഇടിവുണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ജ്വല്ലറി മേഖലയെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. വിവാഹ സീസണുകൾ സജീവമാകുന്ന ഇന്ത്യയിൽ സ്വർണ്ണ വിൽപ്പന നിലയ്ക്കുന്നത് വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമോ എന്ന ചോദ്യം ഉയരുന്നു. ആഗോള വിപണിയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടുമ്പോഴും ഇന്ത്യയെപ്പോലെ ഒരു വലിയ വിപണി മുന്നോട്ട് മാറുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണ വിലയെയും സ്വാധീനിച്ചേക്കാം. സ്വർണ്ണ വിപണിയിലെ മാറ്റങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളും ദിവസേന മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും പങ്കുവയ്ക്കാനും മറക്കല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വിവരം ഷെയർ ചെയ്യൂ.